അപ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമുക്ക് വേണ്ടത് വൂളൻ ത്രെഡും പിന്നെ പെൻസിലോ പെന്നോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കാം. നമുക്ക് 2 കെട്ടാണ് ഇടുന്നത്. കെട്ടിടുമ്പോൾ ടൈറ്റ് ആവാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോ ഭാഗം പിടിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഇതുപോലെ പിടിച്ച് നൂല് പുറത്തോട്ട് വരുന്നതെല്ലാം കട്ട് ചെയ്ത് ഒപ്പാക്കി കൊടുക്കാം. നമുക്കൊന്ന് അങ്ങനെ ഒപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവറിനുള്ള പോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം. അതിനായിട്ട് ക്രീം പേപ്പറും കമ്പിയാണ് എടുത്തിട്ടുള്ളത്. കമ്പിയിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ക്രീം പേപ്പർ ചുറ്റി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് വലിയ കഷ്ണം ക്രീം പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇവിടെ ലീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കിയെടുക്കാം. ക്രീം പേപ്പർ കയ്യിലില്ലാത്തവർക്ക് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അതേപോലെ ലീഫ് ഉണ്ടാക്കാം. അങ്ങനെ ലീഫ് ഫുള്ളായി റെഡി ആയിരുന്നു. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ടൂത്ത് പിക്കാണ്. അതിൽ ഇതേപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ക്രീം പേപ്പർ തന്നെയായിട്ട് ചുറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് പോം എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി നിർത്തി കൊടുത്ത് അതിലോട്ട് ഗം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ക്രീം പേപ്പറും കൂടി എടുത്ത് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നിവർത്തി നോക്കുമ്പോൾ ഷേപ്പ് ആവാത്തോട്ട് ഒന്നുകൂടി ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നിവർത്തി നോക്കിയാൽ ഇതുപോലത്തെ ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്ത് കിട്ടും. ഇനി ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഇത് ടൂത്ത് പിക്കിൽ കൂടെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അതിനായിട്ട് ബേസായിട്ട് ഞാൻ ഉപയോഗിക്കാം ഡിസ്പോസിബിൾ ഗ്ലാസും തെർമോക്കോളുമാണ്. ഇനി അതിലോട്ട് ഇതേപോലെ ഫ്ലവേഴ്സ് ലീഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.